ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ച. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനായ ഈശോ മിശിഹ ഗാഗുൽത്തായിലെ കുരിശിൽ തന്റെ ജീവൻ ബലിയർപ്പിച്ച ദിവസം. ഈശോയുടെ കുരിശിലേക്ക് നോക്കി ആധ്യാത്മിക ജീവിതത്തിന്റെ ആഴങ്ങൾ സ്വന്തമാക്കാനും ആത്മീയതയിൽ ശക്തിപ്പെടാനും ആഗ്രഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മീയ തീക്ഷ്ണത പകർന്നു നൽകുന്ന ദിവസമാണിന്ന്. ഒരു വിശ്വാസിയുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഭക്തി എന്നുള്ള പുണ്യത്തിൽ വളരാൻ എപ്രകാരം സാധിക്കുമെന്ന് ഈ ദിവസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് വിലപിക്കുന്നുണ്ട്. പടയാളികൾ ഉടനെ തന്നെ വിനാഗിരി ഈശോയ്ക്ക് നൽകുന്നതായിട്ട് ഉള്ള മറുപടിയാണ് നമ്മൾ കാണുക. വാസ്തവത്തിൽ ഈശോയുടെ ദാഹം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? 22-ാം സങ്കീർത്തനം ഈശോ ആലപിച്ചതിന്റെ കൂടെ 22-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: എൻ്റെ അണ്ണാക്ക് ഓടിന്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു, എൻ്റെ നാവ് എൻ്റെ അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു. ഈ പ്രാർത്ഥനാ ഗീതം ഈശോ ആലപിച്ചത് സുവിശേഷകന്മാർ എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള രീതിയിൽ വിവർത്തനം ചെയ്തതാകാമെന്ന് വ്യാഖ്യാനിക്കുന്ന ബൈബിൾ പണ്ഡിതരുമുണ്ട്. എന്നാൽ ഈശോയുടെ ദാഹം മനുഷ്യാത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമായിരുന്നു. ഈശോ കുരിശിൽ മരിക്കുന്ന സമയത്ത് പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് അവിടുത്തെ വലത്തെ പാർശ്വത്തിൽ വിലാപ്പുറത്ത് കുത്തിയെന്നും ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയെന്നും നമ്മൾ വായിക്കുന്നു. ആത്മീയ ഗുരുക്കന്മാര് ഈ രണ്ട് കാര്യങ്ങളെ, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന അവസാനത്തുള്ള രക്തത്തെയും വെള്ളത്തെയും പരിശുദ്ധ കുർബാനയോടും മാമോദീസായോട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോടുമാണ് ഉപമിക്കുന്നത്. രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഹൊറബ് മലയിലേക്ക് യാത്ര ചെയ്യുന്ന ഏലിയ പ്രവാചകൻ ക്ഷീണിക്കുമ്പോൾ മരുഭൂമിയിലെ വാടാമുൾ ചിട കീഴെ അദ്ദേഹം വിശ്രമിക്കുമ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും കാണിച്ചു കൊടുത്തിട്ട് ദൂതൻ ഏലിയായെ ഉണർത്തുന്നുണ്ട്. അപ്പവും വെള്ളവും സ്വീകരിച്ച ഏലിയ അതിന്റെ ശക്തിയാൽ 40 രാവും 40 പകലും നടന്ന് കർത്താവിന്റെ മലയായ ഹൊറബിലെത്തിയെന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ഒരു പ്രത്യേക പരീക്ഷണത്തിൽ നിരാശനും നിസ്സഹായനുമായ ഏലിയാണ് ദൂതൻ കാണിച്ചു കൊടുക്കുന്ന ഈ അപ്പവും വെള്ളവും സ്വീകരിച്ച് ശക്തിപ്പെട്ട് കർത്താവിന്റെ മലയിലേക്ക് യാത്ര ചെയ്യുകയും പിന്നെ ഹൊറബ് മലയിലെത്തി നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ദൈവം ചോദിക്കുമ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ എരിയുന്നു, ഞാൻ ജ്വലിക്കുന്നു എന്ന് ഏലിയ മറുപടി പറയുകയും ചെയ്യുന്നത്. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തവും വെള്ളവും പരിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാവും നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തെ അതിൻ്റെ യഥാർത്ഥമായ ഭക്തിയിലേക്ക് അല്ലെങ്കിൽ തീക്ഷ്ണതയിലേക്ക് നയിക്കുകയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുക? അത് ഈശോയുടെ ദാഹത്തോട് നമ്മളും ചേർന്ന് നിൽക്കുമ്പോഴാണ്. നമ്മളുടെ തന്നെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹവും ഈ ലോകത്തിലെ മറ്റെല്ലാ മനുഷ്യരുടെയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹവും വാസ്തവത്തിൽ നമ്മളുടെ ആധ്യാത്മിക ചൈതന്യത്തെ ശക്തിപ്പെടുത്തുകയും ജ്വലിപ്പിക്കുകയും ചെയ്യും. വെളിപാടിന്റെ പുസ്തകത്തിൽ ആത്മീയതയിൽ ഭംഗിപ്പോകുന്ന മന്നോഷ്ണനായ ശിഷ്യനെ തന്റെ വായിൽ നിന്ന് തുപ്പിക്കളയുന്നതിനെ കുറിച്ച് പറയുന്നു. നീ ചൂടോ തണുപ്പോ ഇല്ലാത്തവനാകയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. അത് സ്വന്തം ആത്മരക്ഷയിലും മനുഷ്യവർഗത്തിന്റെ രക്ഷയിലും താല്പര്യമില്ലാത്ത ക്രിസ്തു ശിഷ്യന്റെ അവസ്ഥയാണ്. എന്നാൽ ഈശോയുടെ കുരിശിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള വചനത്തിലൂടെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കാനായിട്ടുള്ള തൻ്റെ ദാഹവും ആഗ്രഹവും ഈശോ വെളിപ്പെടുത്തുകയാണ്. ഈശോയുടെ കുരിശിലേക്ക് നോക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജീവിതം നയിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളും ആത്മീയ തീക്ഷ്ണതയിൽ ജ്വലിക്കാനായിട്ട്, ആത്മീയ ചൈതന്യത്തിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കും. ഈശോയുടെ കുരിശിലേക്ക് നോക്കിയുള്ള പ്രാർത്ഥനയിലൂടെയാണ് ഈ ആധ്യാത്മിക ചൈതന്യം
സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ മന്ദത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാനായിട്ടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, സ്വർഗത്തെക്കുറിച്ച് ആത്മരക്ഷയെക്കുറിച്ചുള്ള ചിന്തകൾ കൈമോശം വന്നു പോയിട്ടുണ്ടെങ്കിൽ, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആയിട്ടുള്ള പ്രചോദനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കുരിശിലേക്ക് നോക്കി ഈശോ കുരിശിൽ എന്തിനു വേണ്ടി ഈ സഹനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കുരിശിലെ ഈശോയുടെ ദാഹം സ്വന്തമാക്കി നമ്മളുടെ തന്നെ ആത്മരക്ഷയെ ആഗ്രഹിക്കുവാനും മറ്റെല്ലാ മനുഷ്യരുടെയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹം നമ്മളിൽ ഉയരുമ്പോൾ നമ്മളും ഭക്തി എന്നുള്ള പുണ്യത്തിൽ വളരാനായിട്ട് ആരംഭിക്കും. ആധ്യാത്മിക തീക്ഷ്ണതയാൽ നമ്മൾ ശക്തിപ്പെടുകയും ജ്വലിക്കുകയും ചെയ്യും. ഈ നോമ്പുകാലത്തിൽ പ്രത്യേകിച്ച് ഇതിന്റെ സമാപനമായ ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ ചിന്തകൾ ഈ രീതിയിൽ നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തെ ശക്തിപ്പെടുത്താനായിട്ട് കാരണമാകും. നമ്മളുടെ തന്നെ ജീവിതത്തിൻ്റെ മുറിവുകളിലേക്കും പരാജയങ്ങളിലേക്കും തകർച്ചകളിലേക്കും കുരിശുകളിലേക്കുമല്ല നമ്മൾ നോക്കേണ്ടത്. പിന്നെയോ ഗാഗുൽഥായിൽ കുരിശിലുയർത്തപ്പെട്ട ഈശോയിലേക്ക് നോക്കി ആത്മരക്ഷയ്ക്കായിട്ടുള്ള ആഗ്രഹവും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹവും സ്വന്തമാക്കി ആധ്യാത്മിക ജീവിതത്തിൽ കൂടുതൽ ആഴപ്പെടാനും ശക്തിപ്പെടാനും നല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.